ഇത് മെക്കാനിക്കിൻ്റെ പി ഹീറ്ററാണ്. ഇതിൻ്റെ മുന്നേ വേറെ മോഡൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടി കുറച്ചുകൂടി ലേറ്റസ്റ്റ് ആയിട്ട് അതിൽ 13 ഇല്ലായിരുന്നു, 12 Pro Max വരെ വന്നിട്ടുള്ളായിരുന്നു. ഇപ്പോൾ 13 Pro Max മൂന്നും കൂടിയിട്ട് വരുന്ന സ്റ്റെൻസിൽ വരുന്നുണ്ട്. പക്ഷെ അതിനെക്കാട്ടും കുറച്ചുകൂടി പുതിയൊരു മോഡലായിട്ട് വന്നതാണ്. അത്ര വലുപ്പമുണ്ടോ വെച്ചാൽ ആ വലുപ്പമില്ല, പക്ഷേ എന്നാലും സാധാരണ മാർക്കറ്റിൽ വരുന്നതിനെക്കാട്ടി അത്യാവശ്യം വലുപ്പമുണ്ട്. പിന്നെ അപ്പോൾ അതെൻ്റെ വീഡിയോസാണ് ചെയ്യുന്നത്. ബോക്സ് ഇപ്പം എന്തായാലും പൊളിക്കുന്നുണ്ട്, ബാക്കി ഞാൻ പറയാം. ഇതിൻ്റെ കൂടെ പി ഹീറ്റർ ഇതിൻ്റെ 2 ദിവസം മുന്നേ വേറെ ഒന്ന് ചെയ്തിരുന്നു. പക്ഷെ അതിൽ സ്റ്റെൻസ് റീബോൾ ചെയ്യാനുള്ള സ്റ്റെൻസിലൊന്നുമില്ല. ഇതിൽ പിന്നെ മൊത്തം സെറ്റിൻ്റെ സ്റ്റെൻസിലും കൂടി വരുന്നുണ്ട്, റീബോൾ ചെയ്യാൻ പറ്റുന്ന വിധത്തിലുണ്ട്. അപ്പോൾ പി ഹീറ്റർ മാത്രം വാങ്ങാൻ പറ്റിയുള്ളതായിരിക്കും. പിന്നെ രണ്ടാമത് പി ഹീറ്റർ വാങ്ങി, സ്റ്റെൻസിൽ വേറെ വാങ്ങി, അങ്ങനെ ഒരു എമൗണ്ട് കളിയുന്ന നേരം കൊണ്ട് ഒറ്റൊന്ന് വാങ്ങുമ്പോൾ തന്നെ മൊത്തം അതിൽ കിട്ടുക. അതിൻ്റെ മെയിൻ യൂണിറ്റ് അതിൻ്റെ ആ ഗോൾഡ് പ്ലേറ്റിങ് കാണുന്ന അതിൻ്റെ മുകളിലാണ് ബാക്കിയുള്ള പി ഹീറ്ററിൻ്റെ സെപ്പറേറ്റർ വെക്കൽ. ഇതിൻ്റെ മുന്നേ വെച്ചത് സ്ക്രൂ അയച്ചിട്ട് ചെയ്യണം എന്ന് തോന്നുന്നു. സ്ക്രൂ അയച്ചിട്ട് അതിൻ്റെ മുകളിൽ വെക്കണം. അതിൻ്റെ ആവശ്യമില്ല കേട്ടോ, ജസ്റ്റ് ആ ഗോൾഡ് കാണുന്ന അതിൻ്റെ മുകളിൽ തന്നെ വെച്ചാൽ മതി. അതിൻ്റെ മുകളിൽ തൊടാൻ പറ്റില്ല, ചെറിയൊരു എർത്ത് അടിക്കുന്ന മാതിരി വരുന്നുണ്ട്. പിന്നെ ഫസ്റ്റ് കാണുന്ന ആ ഫ്ലാറ്റ്, അത് ഐ സി ക്ലീൻ ചെയ്യാൻ, ഫേസ് ഐ ഡി ഹാൻഡ് ക്ലീൻ ചെയ്യാൻ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഫ്ലാറ്റായിട്ട് വരുന്ന നമ്മൾ സ്ട്രിപ്പിൻ്റെ മുകളിൽ നിന്ന് ഡിസ്പ്ലേ കണക്ടർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നു. പക്ഷെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അധികം ആൾക്കാർ യൂസ് ചെയ്യില്ല. എല്ലാവരും ബോർഡ് സെപ്പറേറ്റ് ചെയ്യാനോ അതിനു വേണ്ടി മാത്രമേ കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കലുള്ളൂ. മറ്റേ മോൾഡൊക്കെ ഇപ്പോൾ ഈ മോഡൽ വരുന്നതിൻ്റെ കൂടെ വെറുതെ ടൂൾ ബോക്സിൻ്റെ കൂടെ ഡെമോ ആയിട്ട് കൊടുക്കുന്ന മാതിരി കൊടുക്കുന്നതായിരിക്കും തോന്നുന്നു. അറിയില്ല കേട്ടോ, യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടോ. ഇത് 12 Pro വരുന്നതിൻ്റെ മോൾഡാണ്. എൻ്റെ മുന്നേ വീഡിയോ ചെയ്തതിനെ കൊണ്ട് പിന്നെ ഞാനത് ഇതിൻ്റെ മുകളിൽ ബോർഡ് സെപ്പറേറ്റ് ചെയ്യണമെന്ന് ചെയ്തിട്ടില്ല. എൻ്റെ മുന്നേ ചെയ്ത് വെച്ച സെപ്പറേറ്റ് ചെയ്ത് വെച്ച ബോർഡുമാണ് ഇവിടെ കയ്യിലുള്ളത്. ആ ഗോൾഡ് പ്ലേറ്റിങ് ഒരു കാരണവശാലും കയ്യിനെ കൊണ്ട് തൊടാൻ പാടില്ല. ഇത് 11 Pro Max X ആ ഒരു സീരീസ് ആയിട്ട് വരുന്നു. ഇതിൻ്റെ നോർമൽ മോഡൽ പി ഹീറ്റർ ഉണ്ട് കേട്ടോ, ജസ്റ്റ് ബോർഡ് മാത്രം സെപ്പറേറ്റ് ചെയ്യുന്ന മെക്കാനിക്കിൻ്റെ തന്നെ സ്റ്റെൻസിലൊന്നും ഇല്ലാത്ത ടൈപ്പ് അതും വേറെ ഉണ്ട്. ഞാൻ പർച്ചേസ് ലിങ്ക് സൈറ്റിൽ താഴെ അതിലുണ്ടാവും അതിൻ്റെ പ്രൈസ് കാര്യങ്ങളൊക്കെ. പ്രൈസ് വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ടോ, ചിലപ്പോൾ കൂടെ കുറയുക അങ്ങനെ എന്താ വരുന്ന സമയത്ത് പിന്നീട് അത് മാറ്റി എഡിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ അത് ഒരു വീഡിയോയിലും ഒരു സാധനത്തിൻ്റെ പർച്ചേസ് പ്രൈസും പറയാറില്ല. പി ഹീറ്റർ ഇപ്പോൾ ഏകദേശം ഇപ്പോൾ എത്ര മോഡൽ വന്ന് റെഡി സ്റ്റോക്കായിട്ട് ഒരു 3 മോഡലുണ്ട് ഇപ്പോൾ. മെക്കാനിക്കിൻ്റെ 2 ടൈപ്പ് ഉണ്ട്, പിന്നെ ഇതിൻ്റെ മുന്നേ ചെയ്തൊരു വേറെ ഏതൊരു ബ്രാൻഡിൻ്റെ ഉണ്ട്. പിന്നെ സൺഷൈൻ്റെ വരുന്നുണ്ട്, അത് പിന്നെ ഭയങ്കര നഷ്ടമാണ്. കാരണം വെച്ചാൽ അതിന് മെയിൻ ടെമ്പറേച്ചർ വരുന്നൊരു മോൾഡ് വേറെ, അതിന്ന് പിന്നെ സെപ്പറേറ്റ് ചെയ്ത് വേറൊരു കേബിൾ വെച്ച് സെപ്പറേറ്റ് ചെയ്തിട്ട് വേറെ മോൾഡ് വരുന്നത് വേറെ. അതിന് ഓരോ സമയത്ത് ഓരോരോ മോൾഡ് എക്സ്ട്രാ വാങ്ങി ആഡ് ചെയ്ത് കൊടുക്കണം.
അപ്പോൾ അതിനെക്കൊണ്ട് അതങ്ങനെ എടുക്കലില്ല. പക്ഷെ അതൊക്കെ ഭയങ്കര നഷ്ടമായി മാറും. ഇത് യൂണിറ്റ് കംപ്ലൈൻ്റ് ആയാലും സ്റ്റെൻസിലെങ്കിലും ഉപയോഗിക്കാമല്ലോ. മറ്റേ പറ്റില്ല, കംപ്ലൈൻ്റ് ആയി ഫുള്ളായിട്ട് ഒഴിവാക്കേണ്ടി വരും. ടെമ്പറേച്ചർ കൂട്ടാനും കുറയ്ക്കാനും ഉപയോഗിക്കുന്ന ആ രണ്ട് സ്വിച്ച് തന്നെ ഉള്ളൂ കേട്ടോ. പിന്നെ മെയിൻ പവർ കേബിളിന് മുകളിൽ വരുന്ന ഓൺ ഓഫ് വരുന്ന സ്വിച്ച്, ടോട്ടൽ 3 സ്വിച്ച് അതിന് വരുന്നത്.